സ്നേഹം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ലൈംഗിക വൈകൃതങ്ങളും അതിൻ്റെ പരിഹാരമാർഗങ്ങളും ഏതെല്ലാമാണെന്ന്. ഇന്നത്തെ ആധുനിക ലോകത്തിൽ ഒത്തിരി പേര് ലൈംഗിക വൈകൃതം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. പല കുടുംബങ്ങളും ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടാക്കി ഭർത്താവ് ലൈംഗിക വൈകൃതങ്ങളിലേക്ക് എന്നെ പ്രേരിപ്പിക്കുന്നു, അതിന് എനിക്കൊട്ടും ഇഷ്ടമില്ല, ഞാൻ എന്നാ ചെയ്യേണ്ടി അച്ചോ എന്ന് പറഞ്ഞു വരുന്ന സ്ത്രീകളും, അതുപോലെ തന്നെ എനിക്കിതിലേക്ക് ഭയങ്കരമായ പ്രേരണയുണ്ട് എന്ന് വരുന്ന പുരുഷന്മാരും ധാരാളമുണ്ട്. അപ്പോൾ ഈ പ്രശ്നത്തിന് നമുക്കൊരു പരിഹാരം കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ലൈംഗിക വൈകൃതം പല വിധത്തിലുണ്ട്. നമ്മൾ പലപ്പോഴും ഈ ബ്ലൂ ഫിലിമിലൊക്കെ കാണുന്നത് നോർമലാണെന്നൊരു ചിന്ത നമ്മുടെ തലയിലുണ്ട്. ബ്ലൂ ഫിലിമിൽ കാണുന്നത് ലൈംഗിക വൈകൃതങ്ങളാണ്. വായിൽ വയ്ക്കുക, മലദ്വാരത്തിലൂടെ, ഇങ്ങനെയൊക്കെ ഒത്തിരി വൈകൃതങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ടും കേട്ടും സ്ത്രീകളെ അതിനൊക്കെ പ്രേരിപ്പിക്കും, ഭാര്യമാരെ അതിനൊക്കെ പ്രേരിപ്പിക്കുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് എതിർക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, പ്രശ്നമുണ്ടാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വൈകൃതങ്ങളുടെ മൂലകാരണം കിടക്കുന്നത് നമ്മുടെ കൂട്ടുകാരിൽ നിന്ന്, ബ്ലൂ ഫിലിമിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പരിഹരിക്കാനായിട്ട് നമ്മൾ തന്നെ ഓട്ടോ സജഷൻ കൊടുക്കണം. ഇത് ഇത് ശരിയായുള്ളൊരു നിലപാടല്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുത്ത്, അല്ലാതെ ലൈംഗികമായ സന്തോഷം അനുഭവിക്കാൻ രണ്ടുപേർക്കും അവകാശമുണ്ട്, അതനുഭവിക്കാനായിട്ടുള്ള താല്പര്യത്തിലേക്ക് വരണം. ഇതുപോലെ തന്നെ ഒത്തിരി ഇന്നത്തെ അവസ്ഥയിൽ വളരെ കൂടുതലായിട്ട് കയറി വരികയാണ് ഈ തലം. ബ്ലൂ ഫിലിം കണ്ടമാനം കാണുന്ന തലങ്ങളിൽ അവരുടെ തലയിൽ മുഴുവൻ ഇതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ തലയിൽ കിടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് അവൻ്റെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നു, ജോലി സ്ഥലത്ത് പരാജയപ്പെടുന്നു, പിന്നെ കുടുംബജീവിതത്തിൽ പരാജയപ്പെടുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഇതാരും എൻകറേജ് ചെയ്യാറില്ല. പിന്നെ ഇതുപോലെ തന്നെ ബസ്സിൽ തപ്പൽ, തടവൽ, ഇങ്ങനെയൊക്കെ ഉള്ളത്. നാളൊരു സഹോദരി എന്നോട് പറഞ്ഞു, അച്ചോ ഞാനിപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മുട്ടുസൂചിയും കൈ പിടിച്ചിട്ടുണ്ടാവണേ. ഈ ശല്യം മൂത്ത് കഴിയുമ്പോൾ മുട്ടുസൂചി അങ്ങ് വെച്ച് കൊടുക്കും, അതോടുകൂടി അവന് ഏകദേശം കാര്യം മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ കാണാറുണ്ട്. ഇതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളെ ലൈംഗികമായ തെറ്റുകളിലേക്ക് പ്രേരിപ്പിക്കാനുള്ളൊരു മനോഭാവം ചില വ്യക്തികളിലുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുക, അതിൻ്റെ സ്നേഹം, ലാളിത്യം, ആശ്വാസം, ഇതൊക്കെയാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതും അവർക്ക് സ്നേഹവും സന്തോഷവും കൊടുക്കാൻ സാധിക്കുന്നു. പക്ഷേ ചിലർക്ക് തോന്നുന്ന ഇതാണ്, ഇത് ഒരു വൈകൃതമാണത്. അങ്ങനെയുള്ള തലങ്ങൾ അത് തന്നെ മനസ്സാ വാച കർമ്മണ ഇങ്ങനെയുള്ള പ്രേരണ ഉണ്ടാകുമ്പോൾ അത് കട്ട് ചെയ്യണം. അത് എവിടെയെങ്കിലും ഒരല്പം കയറി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്കുള്ള പ്രേരണ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ പലപ്പോഴും അമ്മമാർ പറയാറുണ്ട്, അപ്പച്ചനിങ്ങനെ സ്വന്തം ആങ്ങളെ ഇതിനെ പ്രേരിപ്പിച്ചു, കൊച്ചു വന്നിച്ച് ഇങ്ങനെ പലതും പറയുന്നുണ്ട്, അയൽവക്കത്തുകാരൻ ചേട്ടൻ ഇങ്ങനെ തൊട്ടു പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ആകെ അമ്മയും അച്ഛനും ഒക്കെ ഭയങ്കര അപ്സെറ്റായിട്ട് വരുന്ന കുടുംബങ്ങളുണ്ടാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ അതിൽ നിന്ന് പ്രേരിപ്പിക്കുക, അങ്ങനെയുള്ള ശ്രമത്തിൽ എന്തെല്ലാം മെത്തഡോളജി ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു കൗൺസിലറുടെ സഹായത്തോടു കൂടി പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയുള്ള തലങ്ങൾ ഞാൻ അമ്മായിയപ്പനെ ശരിപ്പെടുത്താമെന്നും പറഞ്ഞൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില മെത്തേഡുകളും രീതികളുമൊക്കെ പരിശീലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മായിയപ്പനും ശല്യപ്പെടുത്തുന്നതായിരിക്കാം, അയൽവക്കത്തുകാരൻ ശല്യപ്പെടുത്തുന്നതായിരിക്കാം, ഇതിൽ നിന്നൊക്കെ മോചനം കിട്ടാനായിട്ട് സാധിക്കും. വേറൊരു ലൈംഗിക വൈകൃതം പോലെയുള്ളതാണ് സ്വവർഗഭോഗം. അതിന് നിയമം കൊടുക്കണം, നിയമാനുസരണം പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ബഹളമൊക്കെ ഉണ്ട്. പക്ഷേ എങ്ങനെ പോയാലും ഇതൊരു തലങ്ങളിലേക്ക് ഒന്ന് ജന്മനാ കൊണ്ട തലങ്ങളുണ്ട്, രണ്ട് സ്വവർഗഭോഗത്തിലേക്ക് പ്രേരണ, രണ്ടാമത് പഠിച്ചെടുക്കുന്ന തലങ്ങളുണ്ട്. അത് നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ തിരുവനന്തപുരം ഏരിയയിൽ നടത്തിയ പഠനത്തിൽ 600-ഓളം സ്വവർഗഭോഗികളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് നമുക്ക് സാധിക്കണം. വേറൊന്നാണ് സ്വയംഭോഗം. സ്വയമായിട്ട് ലൈംഗിക സന്തോഷം അനുഭവിക്കുന്നത്. അങ്ങനെ വന്ന അപകർഷത കൊണ്ട് അല്ലെങ്കിൽ പഠിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ കുറ്റബോധം കൊണ്ട് വരുന്ന അനേകം മക്കളെ കാണാറുണ്ട്. ഇവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കണം. വേറൊന്നാണ് മൃഗങ്ങളോട്, കോഴി, പട്ടി, പശു, ആട് ഇങ്ങനെയുള്ള മൃഗങ്ങളോട് തന്നെ ലൈംഗിക വൈകൃതത്തിലൂടെ പെരുമാറുന്ന വ്യക്തികളുണ്ടാകാറുണ്ട്. അതും പ്രശ്നങ്ങളാകാനായിട്ട്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പടങ്ങൾ കാണുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നോക്കിയിരിക്കുന്നത് ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും അതിലേക്ക് പ്രേരണ ഉണ്ടാകാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പടങ്ങൾ, ഇങ്ങനെയുള്ള ചിത്രങ്ങൾ, ബ്ലൂ ഫിലിം പോലുള്ള ചിത്രങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രിയകൾ ഇതെല്ലാം കണ്ട് ആസ്വദിക്കുന്ന ഒരു മാനസിക അവസ്ഥയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റിയിട്ട് ദൈവികമായ തലത്തിലേക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്ന, നല്ല പുസ്തകം വായിക്കുന്ന,
നല്ല പടങ്ങൾ കാണുന്ന നല്ല കൂട്ടുകാരിൽ നിന്ന് ഇങ്ങനെയുള്ള വൈകൃതങ്ങൾ കയറി പിടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തരങ്ങൾ പിന്നെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം. ഇതുപോലെ തന്നെ അടിവസ്ത്രം പെറുക്കി കൊണ്ടുപോവുക, അത് ധരിക്കുക എന്നുള്ള തരങ്ങൾ. ഒരു സമൂഹം ഒരു 10-500 വീട്ടുകാരിൽ ചിലപ്പോൾ 1-2 പേർക്ക് ഇങ്ങനെയുള്ള വൈകൃതങ്ങൾ കാണാറുണ്ട്. ഇന്നാളൊരു സഹോദരി എന്നോട് വന്നിച്ചും പറഞ്ഞു, അച്ഛൻ എൻ്റെ തുണി ഇറക്കിയിട്ട് കഴിഞ്ഞാൽ ചിലതൊക്കെ കാണുന്നില്ല, എന്നാ ചെയ്യണേ, പിശാചിൻ്റെ ഉപദ്രവമാണോ? ഞാൻ പറഞ്ഞു, പിശാചിനെ പിടിക്കാം, നീ തുണി ഇറക്കിയിട്ടിട്ട് ഒളിച്ചിരുന്നോ, പിന്നെ ഒരു ചൂലും കെട്ടുമായിട്ട് ഒളിച്ചിരുന്നാൽ മതി, അപ്പോൾ സംഗതി കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. ഏതായാലും പിറ്റേ ദിവസം അവൾ ഇതേമാതിരി ഒളിച്ചിരുന്നു. പിന്നെ അങ്ങേ വീട്ടിൽ ചാക്കോ ചേട്ടൻ വന്നു, കൊടുത്തു 2. അതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള തരങ്ങൾ, ഇങ്ങനെയുള്ള സ്ത്രീകളുടെ അടിവസ്ത്രം, ബ്രേസർ, അതുപോലെ തന്നെ അടിവസ്ത്രങ്ങൾ കൊണ്ടുപോയി ധരിക്കുക, അതിൽ നിന്ന് സന്തോഷം അനുഭവിക്കുന്ന ഒരു മാനസിക അവസ്ഥ ചില വ്യക്തികളിൽ ഉണ്ടാകാറുണ്ട്. അതൊക്കെ ആദ്യം ഇങ്ങനെ തോന്നുന്ന എങ്ങനെയുള്ള വികലമായ തോന്നലുണ്ടാകുമ്പോൾ തന്നെ അത് കട്ട് ചെയ്യണം. അതിനെ എൻകറേജ് ചെയ്യുക, അത് ധരിക്കുക, അതിൽ നിന്ന് സന്തോഷം അനുഭവിക്കുക, അത് മണത്തു നോക്കുക. ഇങ്ങനെയൊക്കെയുള്ള വൈകൃതങ്ങളുണ്ടെങ്കിൽ തോന്നലുണ്ടാകുമ്പോൾ തന്നെ മനസ്സാ വാച കർമ്മണ അത് കട്ട് ചെയ്ത് പോയിക്കഴിഞ്ഞാൽ ലക്ഷ്യം. പിന്നെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ പിന്നെ സൈക്കോ അനാലിസിസിലൂടെയും സൈക്കോ തെറപ്പിയിലൂടെയൊക്കെ ഇത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ചിലർക്ക് നഗ്നത കാണിക്കുന്നതിൽ പ്രത്യേക വൈകൃതം പോലെ കാണാറുണ്ട്. തുണി പൊക്കി കാണിക്കുക, നഗ്നത കാണുക, ആസ്വദിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വൈകല്യങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവവും ഇതുപോലുള്ള ഒരു വൈകൃതമാണ്. പിന്നെ ഒളിഞ്ഞു നോക്കുക, എന്നാണ് ഞാൻ ഒരുത്തനെ ഓർമ്മിക്കുകയാണ്. അവൻ ഒളിഞ്ഞു നോക്കി കേസിൽപ്പെട്ട് അവൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. എൻ്റെ അടുത്ത് വന്ന് പിന്നെ ഒരാഴ്ച താമസിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ 2-ാം ദിവസം ഞാൻ നോക്കണപ്പോൾ പിന്നെ എന്നതാണ് ഇലയിലൊരു തുളയിട്ടിട്ട് അവിടെ വരുന്ന ചെടിത്തിമാർ നോക്കുന്നു. എന്തിനാ മോനെ ഞാനിത് ഇങ്ങനെ നോക്കുന്നത് പറഞ്ഞപ്പോൾ അവൻ പറയും, അതിനൊരു സുഖമില്ല അച്ചു, നേരെ നോക്കണതിനൊരു സുഖമില്ല, ഇതിലൂടെ നോക്കുന്നതിലാണ് ഒരു സുഖം. ഇങ്ങനെയുള്ള മാനസിക അവസ്ഥ ഒരുപക്ഷെ കുഞ്ഞുങ്ങളിൽ ബാക്കിയുള്ളവരിലൊക്കെ കുളിക്കുന്നത് പോയി ഒളിഞ്ഞു നോക്കുക. ഇങ്ങനെയൊക്കെയുള്ള വൈകൃതങ്ങളിലേക്കുള്ള പ്രേരണ ഉണ്ടാകുമ്പോൾ തന്നെ അത് കൂട്ടുകൂടി ഇങ്ങനെയൊക്കെ പോയി കാണുന്നതിനേക്കാൾ പ്രേരണ ഉണ്ടാകുമ്പോൾ തന്നെ അത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ സഹോദരിയും നമ്മുടെ അമ്മയും പോലെയാണ് എല്ലാ സ്ത്രീകളും. ഇതുപോലെ തന്നെ പുരുഷന്മാർ എൻ്റെ ആങ്ങളെയും എൻ്റെ അപ്പനെ പോലെയുള്ളവരാണ് എന്നുള്ള മനോഭാവത്തോടുകൂടി പരസ്പരം കാണാനും ആദരിക്കാനും സ്നേഹിക്കാനും സന്തോഷം സ്വീകരിക്കാനും കൊടുക്കാനും ശ്രമിക്കണം. ഈ വൈകൃതങ്ങൾ വളരെ കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമ്മൾ സൈക്കാട്രിസ്റ്റിൻ്റെ സഹായത്തോടെ അല്പം മരുന്നും കൂടെ കൊടുക്കും. പിന്നെ ഏറ്റവും ഇത് മാറ്റാനായിട്ട് സഹായിക്കുന്നത് കൗൺസിലിങ്, സൈക്കോ തെറപ്പി, പ്രതിജ്ഞകൾ, ജീവിത പരിശീലനം. ഞാൻ പ്രധാനമായിട്ട് അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു ജീവിത പരിശീലനത്തിലൂടെ ഇങ്ങനെയുള്ള വൈകൃതങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കും. ആ അപൂർവ അവസരത്തിൽ നമ്മൾ മെഡിസിൻ്റെ സഹായം കൂടി തേടുന്നത് നല്ലതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള വൈകൃതങ്ങളുള്ള വ്യക്തികളെ അവരെ തല്ലിക്കൊല്ലുകയല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പിന്നെ വെട്ടിക്കൊല്ലുകയല്ല ചെയ്യേണ്ടത്. പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചുകൊണ്ടും വലിയ പ്രയോജനമൊന്നുമില്ല. അവനെ ഒരു ചികിത്സയ്ക്ക് വിധേയമാക്കണം. അതുപോലെ തന്നെ നമ്മൾ തന്നെ ഇതിലേക്കുള്ള പ്രേരണയുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യണം. ചീത്ത പടങ്ങളും തരങ്ങളും കാണാതിരിക്കണം. ഭാര്യമാരെ ഇങ്ങനെ പറഞ്ഞ് ശല്യപ്പെടുത്താതിരിക്കണം. അങ്ങനെ നമ്മുടെ കുടുംബജീവിതം സന്തോഷകരമായിട്ട് തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇങ്ങനെ ഇതുപോലുള്ള വീഡിയോസ് ഒരു 300ഓളം വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് സ്നേഹം വീഡിയോ ഫാദർ ജോർജ് എന്ന് അടിച്ചു കൊടുത്താൽ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ, മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന, വികലതയിലേക്ക് നയിക്കുന്നതല്ല, നന്മയിലേക്ക് നയിക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് സ്തുതി.